ഹലോ ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്ലൈവുഡ് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ പൂന നാസിക്ക് അല്ലെ ആ ഭാഗത്തൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ലോഡ് കിട്ടും. അപ്പോൾ അങ്ങോട്ടൊന്നും പ്ലൈവുഡ് ലോഡ് കയറുന്നില്ല. നമുക്കിപ്പോൾ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് കിട്ടിയിട്ടുള്ളത്. ചന്നപ്പട്ടണ എന്ന് പറഞ്ഞാൽ മൈസൂർ മധൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇപ്പോൾ ലോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ കയറ്റാണ്ടി വന്നാണ്. പ്ലൈവുഡിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ലോഡൊക്കെ എല്ലാം വളരെ മോശമാണ്. പെരുമ്പാവൂരിലും ഇപ്പോൾ ലോഡ് കയറുന്നില്ല. നമ്മളെ പ്ലൈവുഡിൻ്റെ മിനുക്ക് പണി നടന്നു കൊടുക്കാം. ഏകദേശം കുറച്ച് കഴിയും ലോഡ് ആകാൻ. രാത്രി ലോഡ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ലോഡ് കയറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചെടുക്കണം. എന്താ ഗ്യാപ്പ് കൂടെ അങ്ങനെ വെക്കണം. ബാക്കൊക്കെ നമുക്കതിൻ്റെ ബാക്കൊക്കെ വെച്ചെടുക്കാം. എന്നാലും ഇപ്പോൾ ലോഡിങ് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഇതിനുള്ളിൽ കയറ്റിയെടുക്കണം. ഇതൊക്കെയാണ് നമുക്ക് കയറ്റാനുള്ള പീസുകൾ. ഇപ്പോൾ നമ്മൾ എണ്ണണം കേട്ടോ ഇതൊക്കെ. കാരണം അവിടെ ചെന്നാൽ കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയിൽ നിന്ന് കട്ടായി പോകും. അപ്പോൾ ഞങ്ങൾ ഓരോ പീസ് എണ്ണി ഇവിടെ അങ്ങനെ എഴുതി വെച്ചിരുന്നു. എല്ലാ പീസിലും എഴുതി വെച്ചിരുന്നു. മറ്റേത് വാടക പോകും. അല്ലെങ്കിൽ വാടക ഇല്ല. നമ്മൾ സാധനം വെറുതെ കൊണ്ട് കൊടുക്കണ മാതിരി ഇങ്ങനെ പോവുകയാണ്. ഒരു ഏർപ്പാടല്ല ഇത്, മുന്നോട്ട് പോകേണ്ടതെന്ന് കരുതിയിട്ട് ഒത്തിട്ടല്ല. ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞ പോലെ ഈ അട്ടികളൊക്കെ നമുക്ക് കയറ്റാനുള്ളതാണ്. ഇച്ചിരി ആയിരത്തിച്ചെല്ലാം പീസ് വരുന്നുണ്ട്. അവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതും കൂടി ആയാൽ നമുക്ക് ലോഡിങ് സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഉള്ളിലൊക്കെ നിർത്തി കൊടുത്ത് മെഷീനറികൾ കണ്ടില്ല. സമയം 8 മണി. എത്ര മണിയാവും തീരാന്ന് പറഞ്ഞത്? 10 മണി കഴിയും. ചിലപ്പം പെട്ടെന്ന് തീരും വൈകുന്നേരം ഉഷാറാണെങ്കിൽ. അപ്പോൾ നമ്മളെ ലോഡിങ് എല്ലാം കഴിഞ്ഞ് പായൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി ഉഷാറായി. 11:30 മണിയായിട്ടോ. 8 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ 11:30 മണിയായി. 10 കാലിയായി. പിന്നെ യാത്ര തുടരുകയാണ്. നമ്മൾ ശനിയാഴ്ച ലോഡ് കൊടുക്കണം. ശനിയാഴ്ച രാവിലെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാടുണ്ട്, ചുരമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ബാക്കി നമ്മളിങ്ങനെ വലിയ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. പെരുമ്പാവൂർ അങ്കമാലി റോഡ് എന്നും ബ്ലോക്കാണ്. എന്നാൽ ഈ ദുരിതമൊക്കെ തീരാണ്. ചെക്കറൊക്കെ ഒട്ടിച്ച് വെച്ചോണ്ട് ബസ്സിൻ്റെ ബാക്കിൽ ബസ്സുമേ എഴുതി വെച്ചോക്കണോക്കാണ്. ഈ വാഹനം അപകടകരമായ ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാലേ ദൂരെ എടുത്താണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ക്യാമറ ഒക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിൽ. ബസ്സിൻ്റെ ബാക്കിൽ ക്യാമറ ഒക്കെ ഉണ്ട്. മാനന്തവാടി സൂപ്പർ ഡിലക്സ് മിന്നലാണ് ആ പോണം. മിന്നലാണ് പോണം. മിന്നൽ ഇവിടെ പാലമുണ്ട്, കാലടിപ്പാലം. ഈ പാലത്തിൻ്റെ അവിടെയാണ് ബ്ലോക്ക് വരുന്നത്. അവിടെ റോഡ് മോശമായിട്ട്. ഇനി അതാണോ ഹൈവേത്തെ ബ്ലോക്ക് ഇങ്ങോട്ട് എത്തിയതാണോ എന്നൊരു ഐഡിയ ഇല്ല. ഹൈവേത്തെ ബ്ലോക്ക് കണ്ടിട്ട് തന്നെ പെരും ബ്ലോക്കാവും. അപ്പോൾ സൈഡൊക്കെ കിടന്നുണ്ടെങ്കിൽ നന്നാവുക. കുറേ വണ്ടികളിങ്ങനെ കയറി പോണോണ്ട് അതിൻ്റെ ഒരു ബ്ലോക്ക് വേറെ ഉണ്ടാവും.
ഇവിടെയും ആ സൈഡിലും പാലം വരും. ആ സൈഡിലെ പാലത്തിന് പുതിയ പാലം പണി നടക്കാം. പാലത്തുമ്പിലൊക്കെ കുറേ കുഴികൾ കണ്ടം വെച്ച കോട്ട് പോലെ അടച്ചിട്ട്. ഇവിടെ ഈ പാലം കഴിഞ്ഞിട്ട് ജംഗ്ഷനിൽ കാലടി ജംഗ്ഷനിലാണ് അധികം ബ്ലോക്ക് വരുന്നത്. പാലത്തുനിന്ന് അത് രണ്ട് സൈഡിലും മരക്കഷ്ണങ്ങൾ വല്ല വണ്ടിയിൽ നിന്ന് ചാടിയോ, കട്ടൻസ് വണ്ടി എന്തെങ്കിലും ചാടിയോ, അങ്ങനെയും ബ്ലോക്ക് വരാമല്ലോ. ബ്ലോക്ക് ഒന്നും വന്നാൽ ഇത് ഇവിടുത്തെ മരം രണ്ട് സൈഡിലും അവസ്ഥയാണ് അല്ലേ ഇതിലൊരവസ്ഥ. മുന്നിപ്പോൾ കണ്ടില്ല, മുന്നൊക്കെ ഫ്രീ ആയോ, എന്തിനാ ബ്ലോക്ക് ഉണ്ടായതെന്നൊന്നും മനസ്സിലാവില്ല. അക്കാറ് ആ വണ്ടി മറിഞ്ഞിട്ട് തന്നെ കാരണം ആ ചെറിയ ദിവസത്തെ വണ്ടി മറിഞ്ഞ കാരണത്താൽ നമ്മൾ ബ്ലോക്ക് ആയത്. അത് കഴിഞ്ഞോടുകൂടി ഫുള്ളും ഫ്രീ ആയില്ല. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ബ്ലോക്ക്, എറണാകുളം തൃശ്ശൂർ റോഡിലുള്ള ബ്ലോക്ക്. ഈ ബ്ലോക്ക് കാരണമാണ് പാലിയേക്കര ടോൾ പിരിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞത്. ആലമ്പണിൻ്റെ ബ്ലോക്കാണ് ഇപ്പോൾ. എന്നും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ചെന്നൈ പട്ടണം ഒക്കെയുള്ള പ്ലൈവുഡായിട്ടുള്ള യാത്രയിലാണ്. നമ്മൾ വീണ്ടും തിരിച്ച് നാടുകാണി ചെറുത്തിലെത്തിയിട്ടുണ്ട്. ആ കുളിക്കുന്ന സ്ഥലത്താണ് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഒരുപാട് വണ്ടിക്കാരുണ്ട്. തിരുമ്പൽ കുളിക്കൽ ഒക്കെ വെള്ളം തക്കലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമുക്ക് ആകെ കുളിച്ച് കൊട്ടപ്പനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആകെ പോവല്ലേ, ഭക്ഷണം കഴിക്കണ്ട, രാവിലെ തന്നെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ രാത്രി നിർത്താതെ ഇങ്ങനെ ഓടി പോകുന്നതാണ്. പാർട്ടി അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച രാവിലെ വേണമെന്നാണ്. അപ്പോൾ കാർഡിൽ നിന്ന് പാസ്സായില്ലെങ്കിൽ നാളെ കൊടുക്കാൻ കഴിയില്ല. നാളെ അതിന് വൈകുന്നേരമൊക്കെ കൊടുക്കാനാവും. പുറപ്പെടുന്ന അപ്പം നമ്മൾ ചെന്നൈ പട്ടണം എത്തിയിട്ടുണ്ട് കേട്ടോ. ചെന്നൈ അല്ല, ചെന്നപ്പട്ടണം. അതാ ഒരു വീടാണ്. വീടും ഗോഡൗണൊക്കെ കൂടി ചേർന്നിട്ടാണ്. വലിയ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഗോഡൗണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇവിടെ ഗോഡൗണിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. പണിക്കാർ വന്നിട്ടില്ല. ഒക്കെ നിങ്ങൾ സ്റ്റോക്ക് വെച്ചാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഗോഡൗണ്. അതാ തോന്നുന്ന വീട്. 2:30 മണിയൊക്കെ നമ്മൾ രാത്രി എടുത്തപ്പെട്ടോ. ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ ഒരേപോലെ ഓടിച്ച് പോകുന്ന കാരണം പകൽ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് സൈഡാക്കി വിശ്രമിച്ചു എന്നുള്ളൂ. അപ്പം ഇനി എന്തായാലും പണിക്കാർ വരട്ടെ. പുറത്താണ്, ഷെഡില്ല. മഴ പെയ്താൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ പണിക്കാരെത്തിയിട്ടുണ്ട്. നമ്മൾ പായൊക്കെ ഫുള്ളായിട്ട് മടക്കിയില്ല, പകുതി മടക്കി വെച്ചിട്ടുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അഥവാ മഴ പെയ്താലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പെയ്താൽ അപ്പോൾ നമ്മൾ പിന്നെയും കയറിയിട്ട് പായ് വലിച്ചിടാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ പണിക്കാർ വന്നിരിക്കണം. അവർക്ക് അടുത്ത പണി കൊടുത്തേക്കണം. വീട്ടുകാർ പുല്ലെത്തൽ പണി. പണിക്കാർ പുല്ലെത്തി കൊടുക്കാം. ഒരു ചായ ഇട്ട് നോക്കാം. ഇവിടെ നിന്നാ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അല്ല, ഗോഡൗണ് വീടൊക്കെ വെച്ച് നിൽക്കടാ. ഓ, ഇതിൻ്റെ എല്ലാണത് കർമൂസ കുറച്ച് നോക്കും. ആ, അപ്പോൾ ഇതാണ് ചെന്നപ്പട്ടണം റെയിൽവേ സ്റ്റേഷൻ. ചെന്നപ്പട്ടണം.
ഒരു ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയ 1 കിലോമീറ്റർ ഇപ്പം നടക്കണം. ചെന്നപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതിൻ്റെ അപ്പുറമാണ് ചായക്കട. നല്ല രാത്രി ഗല്ലി കൂടെയൊക്കെയാണ് വണ്ടി ഓടുന്നത്. പകൽ നടക്കൂല, രാത്രി 2 മണിക്കാണ് വന്നത്, അതുകൊണ്ട് നടക്കില്ല. അപ്പം ചെന്നൈ പട്ടണം ക്ലോസ് അടവാണ്. ചാടിച്ച് വന്നപ്പോൾ ഇത് ചെറുത് അറിയില്ല ഇപ്പൊ പറഞ്ഞ മാതിരി. ഇറങ്ങി പോകാം, ആൾക്കാർക്ക് അങ്ങനെ കാത്തിരിക്കാം, തുറന്നാൽ ഓടാൻ വേണ്ടിയിട്ട്. ഈ ഗല്ലി റോഡിനൊക്കെ നമ്മൾ ഇന്നലെ രാത്രി പോയത് കേട്ടോ. ഇനി ഇത് പകൽ ഇത് കൂടെ പോകാൻ പറ്റുന്നൊന്നുമില്ല, അത് തിരക്കാണ്, ചെറിയ റോഡുകളാണ്. ആൾക്കാർ ഹോട്ടലിൻ്റെ പോക്കറക്കില്ല. ഇപ്പം എന്തൊരു ഫങ്ഷൻ ഉണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേറെ റൂട്ടുണ്ടോയെന്ന് ചോദിക്കണം. ഇവിടുന്ന് പകൽ പോകാൻ പറ്റുക, അല്ലെങ്കിൽ രാത്രി ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. കുടിവെള്ള വണ്ടിയാ തോന്നുന്നു. നമ്മൾ ലോഡിങ് എന്തേക്കണമെന്നാവാം. പൈ കഴിച്ചെടുത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയതല്ലേ, എവിടെ എത്തിക്കണേ തുടങ്ങിക്കണമെന്ന് തന്നെ ആവും. പുല്ലുവരെയൊക്കെ കഴിഞ്ഞിക്കണാവട്ടോ. ഇവിടേക്ക് പിന്നെ ഗല്ലിയൊക്കെ ഒഴിവായി, വീടുകളൊക്കെ കമ്മിയായി. മറ്റേത് അവിടെ നല്ല തിരക്കും വീടുകളും. ഗല്ലി അപ്പോൾ ഇതാണ് നമ്മളെ വീട് കം ഗോഡൗൺ. തിരക്കുടിച്ച റോഡാണ്. ഇവിടെ ലോ ചടപടാച്ചിട്ട് വരുന്നു. ചെറുവണ്ടിയൊക്കെ വരുന്നുണ്ട്, പ്രൈവറ്റ് പോകേണ്ടതാണോ. ആ ലോഡിങ് നടന്നു കൊടുക്കാം. തുടങ്ങിയിട്ടേ ഉള്ളൂ, വൈകുന്നേരം ആക്കും മിക്കവാറും. തീരുമ്പോൾ തീരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അൺലോഡിങ് ആയി, വണ്ടി ഫുൾ അൺലോഡിങ് ആയി. ഇവിടെ നിർത്തി വാടകയൊക്കെ വാങ്ങി. ഇനി പുറത്തിറങ്ങട്ടെ, ഒരു ജെല്ലി കൂടെ ചാടി പോകണം പുറത്തേക്ക്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ വെളിച്ചിട്ടതാണ് വണ്ടിയിൽ നിന്ന്. ഇതിൻ്റെ മുകളിലാണ് പ്ലൈവുഡ് വെക്കുക. പ്ലൈവുഡ് സീറ്റിംഗ് നിൽക്കാനേ. അപ്പം ചെന്നൈ പട്ടണത്തിനോട് നമ്മൾ വിട പറഞ്ഞു. പണ്ടത്തെ ബാംഗ്ലൂർ ഹൈവേ ആണത്, മൈസൂർ ബാംഗ്ലൂർ ഹൈവേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ലോഡിറക്കി കഴിഞ്ഞു. 2:30 മണിയായിരുന്നു ലോഡിറക്കി കഴിയാൻ. രാത്രി 2:30 എത്തി, ഉച്ചയ്ക്ക് 2:00 ലോഡിറക്കി കഴിഞ്ഞു. ഇല്ലാകാം. അപ്പോൾ ഇതാണ് പുതിയ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ. എക്സ്പ്രസ് ഹൈവേയിൽ കയറണം. ഇനി മൈസൂർക്ക് പോകണം. നോക്കട്ടെ, ഈ ഭാഗത്ത് ലോഡ് ഉണ്ടോ നോക്കട്ടെ. ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വിവരം തരാമെന്ന് പറഞ്ഞു. ഒരു ചായ കുടിക്കായിരുന്നു, ചായ കുടിക്കട്ടെ.